നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കടവല്ലൂർ കല്ലുംപുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ കാറിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. കാർ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ താഴ്ചയിലേക്കും മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ച് അലങ്കാരങ്ങളും ശില്പ പ്രദർശനവും. പുതുമയുള്ള നാടക അവതരണങ്ങളോടൊപ്പം ഓരോ വർഷവും വ്യത്യസ്തമായി ഒരുക്കുന്ന അലങ്കാരങ്ങളും ശില്പങ്ങളുമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ആകർഷകമായ പ്രത്യേകത. നാടകനഗരിയുടെ കവാടവും നടവഴിയും ഏറെ മനോഹരമായാണ് ഇത്തവണയും തയ്യാറാക്കിയിരിക്കുന്നത്. കാണികളെ വരവേൽക്കുന്നത് പതിവ് പോലെ ഊർജ്ജ സംരക്ഷകൻ സൈക്കിൾ പ്രാഞ്ചിയുടെ ജലധാര യന്ത്രമാണ്. കവാടത്തിന് മുന്നിലാണ് കാലികമായ സാമൂഹിക വിഷയങ്ങളിലൂന്നി നിർമ്മിച്ച ശില്പങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാലികമായ യുദ്ധവും സാമ്രാജ്യത്വ ഭീകരരുടെയും യുദ്ധ കൊതിയന്മാരുടെയും നരവേട്ടയിൽ ബലിയാടാകുന്ന കുഞ്ഞുങ്ങളുടെ പ്രതീകാത്മക ശില്പവും പ്രദർശനത്തിലുണ്ട്. തുടർച്ചയായി 9ാം വർഷത്തിലും തയ്യാറാക്കിയ ശില്പ പ്രദർശനം ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. നാടക സംസ്കാരത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് ശില്പ പ്രദർശനവും നടത്തുന്നതെന്നും എടുത്തു പറയാവുന്ന പ്രത്യേകതയാണ്. വേലൂരിൽ നാടകത്തിനും ചിത്രകലയ്ക്കും ശില്പങ്ങൾക്കും അഭേദ്യമായ ബന്ധമാണുള്ളത്. ഗ്രാമങ്ങളിലുണ്ടായിരുന്ന അമേച്വർ നാടകവേദികളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ഇവയെല്ലാം. ജയൻ പാത്രമംഗലം, ജോത്സൻ വേലൂർ, AP പ്രവീൺകുമാർ, ശശി അത്താണിക്കൽ, KK മോഹനൻ, MP രവികുമാർ, ലയന ഫ്രാൻസിസ് തുടങ്ങിയവരാണ് ശില്പങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ഇവരെ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വീകരിച്ചു. ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ ചാനൽ ക്യാമറാമാനും ചില ഭക്തരും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ശ്രമിച്ചെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരും വിവേകിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് തടഞ്ഞു. ഫോണുകൾ വാങ്ങി ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. CCTVയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ സിടെക് അക്കാദമിയിൽ നിന്ന് വിജയകരമായി കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. അധ്യാപകരായ നെറ്റ്വർക്ക് എഞ്ചിനീയർ ദൃശ്യ സുധാകരൻ, പ്രാക്ടിക്കൽ സെക്ഷൻ ഹെഡ് KC ജെയിംസ്, CCTV ഡയറക്ടറേറ്റ് ബോർഡ് അംഗങ്ങൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV മാനേജർ PD സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. വിദേശത്തും സ്വദേശത്തും ഏറെ തൊഴിൽ സാധ്യതയുള്ള ഫൈബർ ഓപ്റ്റിക് ടെക്നോളജി ആൻഡ് ബ്രോഡ്ബാൻഡ് കോഴ്സിലാണ് CCTVയുടെ നേതൃത്വത്തിൽ മിതമായ നിരക്കിൽ പരിശീലനം ഒരുക്കുന്നത്. ത്രൈമാസ കോഴ്സിന് ശേഷം 1 മാസം പ്രായോഗിക പരിശീലനവും നൽകുന്നു എന്നതും പ്രത്യേകതയാണ്. ഓപ്റ്റിക്കൽ ഫൈബർ രംഗത്ത് അനിഷേധ്യമായ സാന്നിധ്യമായ CCTVയിൽ നിന്ന് വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫൈബർ ഓപ്റ്റിക് ടെക്നോളജി ആൻഡ് ബ്രോഡ്ബാൻഡ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. താൽപര്യമുള്ളവർക്ക് CCTV ഓഫീസുമായി നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് തുടക്കം കുറിച്ച് ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ ഭഗവതിയെ ക്ഷേത്രത്തിന് ചുറ്റും നൂറുകണക്കിന് പറവെച്ച് ഭക്തർ സ്വീകരിച്ചു. ഏപ്രിൽ 27, 28 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ദേശത്തട്ടാൻ ശശി താലിയും ദേശപ്പണിക്കർ ദിനേശൻ നൂലും സമർപ്പിച്ചതോടെ ഭഗവതി ആനപ്പുറത്തേറി കുളത്തിലേക്ക് ആറാട്ടിനെഴുന്നള്ളി. മേൽശാന്തി പള്ളിപ്പാട്ട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ആറാട്ടിനു ശേഷം ഭഗവതി മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. ചൊവ്വാഴ്ച മുതൽ തട്ടകത്തെ പറയെടുപ്പ് ആരംഭിക്കും. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിന്റെ നേർക്കാഴ്ച അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ പൂരത്തിന് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ദാരികന്റെ യുദ്ധപ്പുറപ്പാടിന്റെ ഭാഗമായി ഏപ്രിൽ 25 രാത്രി 3 കുതിരകളുമായി ചെറിയ കുതിരവേല ആഘോഷിക്കും. ഭഗവതിയുടെ പടപുറപ്പാടിന്റെ ഭാഗമായി വലിയ ഒറ്റ കുതിരയുമായി
26-ന് രാത്രി വലിയ കുതിരവേലയും നടക്കും. പൂരദിവസമായ 27-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പാണ്ടിമേളം തുടങ്ങുന്നതോടെ ദാരികനും കാളിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തേരിലേറി മതിലകത്തേക്ക് പടനയിക്കുന്ന കാളിയും ദാരികനും ആദ്യം വാക്പോര് നടത്തും. കുപിതയായ കാളിയെ കണ്ടു പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപൂരം സമാപിക്കും. 28-ന് പുലർച്ചെ പാലക്കൽ കാവിലേക്ക് എഴുന്നള്ളുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറുന്ന കാളിയും ദാരികനും ആദ്യം വാക്പോര് തുടങ്ങും. തന്നെ വധിക്കാനെത്തുന്ന കാളിയെ പേടിച്ച് ദാരികൻ ക്ഷേത്രത്തിനു സമീപം ഒളിച്ചിരിക്കും. ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. ചാവക്കാട് ശ്രീ പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 20ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിഴക്കകത്ത് പ്രകാശൻ മൗനയോഗി സ്വാമി, ഹരിനാരായണൻ എന്നിവരുടെ വകയായി അയ്യപ്പസ്വാമിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ഉദയാസ്തമന പൂജ നടത്തി. ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകോവിലിൽ പൂജിച്ച നാണയം അക്ഷയ തൃതീയ കൈനീട്ടമായി തന്ത്രി വിതരണം ചെയ്തു. വൈകിട്ട് 3-ന് ശ്രീരുദ്ര കമ്മിറ്റി, നവയുഗ കമ്മിറ്റി, ധ്രുവ കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗജവീരന്റെയും കലാരൂപങ്ങളുടെയും മേളങ്ങളുടെയും അകമ്പടിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പുകൾ ഉണ്ടായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ മോഹൻദാസ് ചേലനാട്ട, MP സുധീർ, V പ്രേംകുമാർ, CK ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വിഷു ദിവസം നറുക്കെടുത്ത് ധനലക്ഷ്മി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ച ഉടമയെ കാത്തിരിക്കുകയാണ് ആൽത്തറ ഹാപ്പി ലോട്ടറി ഏജൻസി ഉടമ കരുമത്തിൽ ചന്ദ്രൻ. ഗോവിന്ദപുരം അമ്പലനടയിലാണ് ചന്ദ്രന്റെ ലോട്ടറി വിൽപ്പന. അമ്പലനടയിൽ ആലിൻചുവട്ടിലാണ് ചന്ദ്രന്റെ ലോട്ടറി വിൽപ്പന. ലോട്ടറി എടുക്കാൻ എത്തുന്നവരോട് കഴിഞ്ഞ ദിവസം എടുത്ത ടിക്കറ്റെല്ലാം നോക്കിയോ എന്ന് കുശലാന്വേഷണത്തിനൊപ്പം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. അങ്ങനെയെങ്കിലും ഭാഗ്യശാലിയെ കണ്ടെത്താമല്ലോ എന്ന് കരുതി. പക്ഷേ 6 ദിവസമായിട്ടും ഉടമയെ കണ്ടെത്താനായിട്ടില്ല. തനിക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടുമെങ്കിലും ടിക്കറ്റ് എടുത്തയാൾ സമ്മാനം അടിച്ച വിവരം അറിയാതെ പോകുമോ എന്ന ആധിയിലാണ് ചന്ദ്രൻ. ഹാപ്പി ലോട്ടറി ഏജൻസി വഴി വാങ്ങിയ ടിക്കറ്റിലെ DN 889830 എന്ന നമ്പറിലാണ് സമ്മാനം അടിച്ചത്. 12 സീരീസിലും ഇതേ നമ്പർ 12 ടിക്കറ്റും വിറ്റത് ചന്ദ്രനാണ്. സീരീസ് മാറിയതിനാൽ 1ാം സമ്മാനം നഷ്ടപ്പെട്ട 8 പേർ സമാശ്വാസ സമ്മാനത്തുക വാങ്ങാനെത്തിയിരുന്നു. ടിക്കറ്റ് എടുക്കുന്ന ആളുകളെ ഏതാണ്ട് ഓർത്തുവെക്കാറുണ്ടെങ്കിലും സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്ത ആളുടെ മുഖം മാത്രം മനസ്സിൽ തെളിയുന്നില്ലെന്ന് ചന്ദ്രൻ പറയുന്നു. ലോട്ടറി തട്ടിന് മുന്നിൽ സമ്മാനാർഹമായ ടിക്കറ്റിന്റെ നമ്പർ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. സമീപത്തെ ബാങ്കുകളിൽ അന്വേഷിച്ചെങ്കിലും ഭാഗ്യവാൻ എത്തിയില്ലെന്നാണ് വിവരം. പുലർച്ചെ 5 മണിക്ക് അമ്പലനടയിൽ ചന്ദ്രൻ ലോട്ടറി വിൽപ്പന തുടങ്ങും. കടം വാങ്ങിയാണ് ലോട്ടറി എടുത്തിരുന്നത്. കമ്മീഷൻ കിട്ടിയാൽ കടം വീട്ടി സ്വന്തമായി കച്ചവടം നടത്തണം എന്നാണ് ആഗ്രഹം. ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് ദേവാലയത്തിൽ വെക്കേഷൻ ബൈബിൾ ക്ലാസ് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മേക്കാട്ടുകുളം രാജു, ട്രഷറർ ചെറുവത്തൂർ ബോബൻ, ഹെഡ്മിസ്റ്റേഴ്സ് ആലീസ് ബാബു എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ഉത്സവ ബലി നടത്തും. വിശേഷാൽ പൂജകൾ രാവിലെ 5-ന് അഷ്ടപതി, 7:30-ന് മേളത്തോടെ ശീവേലി, വൈകിട്ട് 5:30-ന് മേളത്തോടെ കാഴ്ച ശീവേലി, വിളക്കിനെഴുന്നള്ളിപ്പ്, രാവിലെയും വൈകിട്ടുമുള്ള നൃത്ത പരിപാടികൾക്ക് ശേഷം രാത്രി 7:15-ന് ഭക്തി ഗാനസുധ എന്നിവ നടക്കും. 23-ന് വൈകിട്ട് 7:30-ന് പള്ളിവേട്ട നടത്തും. ഇതിന്റെ ഭാഗമായി ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത്, തിച്ചൂർ രഞ്ജിത്ത് വാര്യർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മേളമുണ്ടാകും. 24-ാം തീയതി വൈകിട്ട് 6:45-ന് നടത്തുന്ന ആറാട്ട് എഴുന്നള്ളിപ്പിന് പേരകം അശോകൻ, പേരകം അജി എന്നിവരുടെ നാഗസ്വരവും കടവല്ലൂർ രാജുമാരാർ, കടവല്ലൂർ സഞ്ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും ഉണ്ടാകും. ബഹ്റിനിൽ വെച്ച് മരിച്ച തൂവാനൂർ ചള്ളിയിൽ സജീവൻ ചന്ദ്രന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. 59 വയസ്സായിരുന്നു. ബഹ്റിൻ AYC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സജീവൻ ചന്ദ്രൻ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ച മൃതദേഹം തൂവാനൂരിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാരം നടത്തിയത്. സരോജിനി മാതാവാണ്, അമൃത ഭാര്യയാണ്. അമൽദാസ്, ദേവീനന്ദ എന്നിവർ മക്കളും, പുഷ്പ, സുജാത, ഷീജ, സിമി എന്നിവർ സഹോദരങ്ങളുമാണ്. ചരമം കണ്ടാണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയും കൂനമുച്ചി ക്ഷീരവ്യവസായ സഹകരണ സംഘം പ്രസിഡന്റുമായിരുന്ന KT ഫ്രാൻസിസ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 4:30-ന് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. റോസിലി ഭാര്യയും ഫ്രാൻസി, പ്രിൻസ്, ജീസ് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.